എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാടകയ്ക്ക് ലഭിക്കുന്ന വീടുകൾ, അത് ഫർണിഷ്ഡ് വീട് ഉൾപ്പെടെ, അതുപോലെ തന്നെ വാടകയ്ക്ക് ലഭിക്കുന്ന ഫ്ലാറ്റുകൾ, അത് പുതിയ ഫ്ലാറ്റുകൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ ലീസ് വീടുകൾ, അത്തരത്തിലുള്ള വാടകയ്ക്കും ലീസിനും ലഭിക്കുന്ന വീടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ആദ്യമേ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. വാടകയ്ക്ക് ലഭിക്കുന്ന വീടുകളുടെയും അതുപോലെ തന്നെ ലീസ് വീടുകളുടെയും എല്ലാതും തന്നെ നമുക്ക് വീഡിയോയിൽ പെടുത്തി ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ലീസ് വീടുകൾ കൊടുക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ അത് വന്ന് വീഡിയോ എടുത്ത് വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ സെയിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാടകയ്ക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലീസിന് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്കതിൻ്റെ സമയനഷ്ടവും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ചില വീടുകൾ ആണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത്. അത് വാടകയ്ക്ക് ലഭിക്കുന്നതും അതുപോലെ തന്നെ ലീസിന് ലഭിക്കുന്നതും പുതിയ വീടുകൾ, അത്തരത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുന്ന വീടുകളുടെ പൂർണ്ണമായ ഡീറ്റെയിൽസ്, എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു യാത്ര ചെയ്യേണ്ടതായിട്ട് വരികയുള്ളൂ. അത്തരത്തിൽ നമ്മൾ ഇതിൽ വീഡിയോയിൽ പകർത്തി ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാ ഭാഗങ്ങളും ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ വീഡിയോയിൽ തന്നെ പറയാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. ഇതുപോലെയുള്ള വീഡിയോകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടിൻ്റെ വീഡിയോ മാത്രമാണ് നമ്മൾ പൂർണ്ണമായും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഫ്ലാറ്റ് ആയാലും ലീസിന് ലഭിക്കും, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ വിവരിക്കുന്നുണ്ട്. വാടകയ്ക്ക് ലഭിക്കുന്ന വീടായാലും സ്ഥലമായാലും ഫ്ലാറ്റായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് ഇടുക. കാരണം ഫോൺ വിളിക്കുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും നിങ്ങൾ ഫോണിൽ വിളിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ വീടുകളാണ് വാടകയ്ക്ക് കൊടുക്കുക, പെട്ടെന്ന് ഓർമ്മ വരില്ല. അത് നിങ്ങൾ വാട്സപ്പിൽ ഒരു വോയിസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യാർത്ഥം അത് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് അല്ലെങ്കിൽ അവൈലബിളായിട്ട് ആ പ്രദേശത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ മറുപടി കാര്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ തൃശ്ശൂർ ടൗണുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിസര പ്രദേശങ്ങൾ ഏകദേശം ഒരു 15-16 കിലോമീറ്റർ സർക്കിളിലാണ് നമ്മൾ വാടക വീടുകളും ലീസ് വീടുകളും ചെയ്യുന്നതുള്ളൂ. ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ സെയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടാണ് വാടകയ്ക്ക് ലഭിക്കുന്നത്. ഈ വീട് ഫുൾ ഫർണിഷ്ഡ് ആയിട്ടാണ് വാടകയ്ക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടാണ് ഈ വീട് വാടകയ്ക്ക് ലഭിക്കുക. ഏകദേശം 15 സെൻറ്റ് സ്ഥലമുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി തന്നെ പകർത്തിയിട്ടുണ്ട്. 5 ബെഡ്റൂമുണ്ട്. അതിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കാര്യങ്ങളൊക്കെ ഉള്ള ബെഡ്റൂമാണ്. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിയാരം പ്രദേശത്താണ്. തൃശ്ശൂർ ടൗണിന് ഏറ്റവും അടുത്തായി, അതായത് ശക്ത സ്റ്റാൻഡിൽ നിന്നൊക്കെ ഏകദേശം 3-3.5 കിലോമീറ്റർ, ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ, കുറുക്കഞ്ചേരി സെൻറ്ററിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 3/4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് 15 സെൻറ്റ് സ്ഥലത്തിൽ 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ വീട് ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള, ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ ഓണർ വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. ഈ വീടിൻ്റെ വാടക 25,000 രൂപയാണ് ഓണർ വാടക പ്രതീക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്വാൻസ് 1,00,000 രൂപയാണ്. ചിയാരം പ്രദേശത്തുള്ള ഈ ഫുൾ ഫർണിഷ്ഡ് വീട് വാടകയ്ക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വാടകയ്ക്ക് ലഭിക്കുന്ന വീട് ഉള്ളത് തൃശ്ശൂർ ഒളരി ഭാഗത്താണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്, ഒളരി പ്രദേശത്താണ്
അടുത്ത വാടക വീട് ഉള്ളത്. ആ വീട് ഏകദേശം ഒരു 1200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിൻ്റെ 2 കോമൺ ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഓണർ വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. ആ വീട്ടിലേക്ക് കാറ് പ്രവേശിക്കില്ല. 2 വീലറും അത്യാവശ്യം ഓട്ടോറിക്ഷ മാത്രം കടന്നു പോകുന്ന ഒരു വഴിയോട് ചേർന്നിട്ടാണ് ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്. അതിന് ഓണർ പ്രതീക്ഷിക്കുന്ന റെൻറ്റ് 10,000 രൂപയാണ്. അഡ്വാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് വളരെ ചെറിയ ഒരു തുക ആക്കി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കേരളവർമ്മ കോളേജ് പരിസര പ്രദേശത്തായിട്ട് 2 ബെഡ്റൂമിൻ്റെ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിന് താഴെയായിട്ടുള്ള പുതിയ ഫ്ലാറ്റ് വാടകയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് 2-3 ഫ്ലാറ്റ് ഒക്കെ ഉണ്ട് വാടകയ്ക്ക് കൊടുക്കാൻ ഓണർ തയ്യാറായിട്ടുള്ളത്. അതിന് ഓണർ പ്രതീക്ഷിക്കുന്ന വാടക 18,000 രൂപയാണ്. ഓണർ പ്രതീക്ഷിക്കുന്ന പുതിയ ഫ്ലാറ്റാണ്. 18,000 രൂപയാണ് ഓണർ വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അതുപോലെ തന്നെ ബസ് റൂട്ടിനോട് ചേർന്ന് 5 സെൻറ്റ് സ്ഥലത്തിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമിൻ്റെ വീട് ലീസിന് കൊടുക്കാൻ ഓണർ തയ്യാറായിട്ടുണ്ട്. ആ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട സെൻറ്ററുകളെ ഊരകം സെൻറ്ററിനെയും ചേർപ്പ് സെൻറ്ററിനെയും ബന്ധിപ്പിക്കുന്ന കണക്ഷൻ റോഡിലാണ് ആ വീട് ലീസിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വീടിൻ്റെ മുൻവശത്തായിട്ട് അത്യാവശ്യം എന്തെങ്കിലും തരത്തിലുള്ള കച്ചവടം കാര്യങ്ങളൊക്കെയും ചെയ്യുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വീടാണ്. തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട സെൻറ്ററുകളെ ബന്ധിപ്പിക്കുന്ന കണക്ഷൻ റോഡിനോട് ചേർന്നിട്ടാണ് ഈ ഇപ്പോൾ പറയുന്ന ലീസ് വീട് അവൈലബിൾ ആയിട്ടുള്ളത്. 5 സെൻറ്റ് ഉണ്ട്, 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 2 ബെഡ്റൂമുണ്ട്, 2 കോമൺ ബാത്റൂമുണ്ട്. ഓണർ പ്രതീക്ഷിക്കുന്ന ലീസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഈ ലീസ് വീടിന് മുകൾ ഭാഗത്ത് ട്രസ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തി വീടിനെ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ വറ്റാത്ത കിണറുണ്ട്, പൈപ്പ് കണക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ശക്ത സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് 3 ബെഡ്റൂമിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാർ പാർക്കിംഗ് സൗകര്യം, ഓപ്പൺ വെൽ സംവിധാനത്തോടു കൂടി ലിഫ്റ്റൊക്കെ ആയിട്ടുള്ള സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള 3 ബെഡ്റൂം. ആ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് 2 ബാൽക്കണിയോട് കൂടി ഗ്രൗണ്ട് ഫ്ലോറിൽ കാർ പാർക്കിംഗ്, ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഫ്ലാറ്റിന് വരുന്നത് ഏകദേശം 16,000 രൂപയാണ് ഓണർ റെൻറ്റ് പ്രതീക്ഷിക്കുന്നത്. അവിടെ 2,000 രൂപ സെക്യൂരിറ്റി മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ അഡീഷണലായിട്ട് വരും. അത്തരത്തിൽ തൃശ്ശൂർ ടൗണിന് ഏറ്റവും അടുത്തായി ശക്ത സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് ചേർപ്പ് പ്രദേശത്ത് തന്നെ ഏകദേശം 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള മറ്റൊരു വീട് ലീസിനായിട്ടുണ്ട്. അത് ചേർപ്പ് പ്രദേശത്ത് ബസ് റൂട്ടിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയൊക്കെ ആണ് ആ വീട് ലീസിനായിട്ടുള്ളത്. 3 ബെഡ്റൂമാണ്. അതിൽ 2 ഹാള്, 2 ബാൽക്കണി, 2 നില വീടാണ് ലീസിന് തയ്യാറായിട്ടുള്ളത്. 15 ലക്ഷം രൂപയാണ് ഓണർ ലീസ് എമൗണ്ട് ചോദിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വറ്റാത്ത കിണർ, പൈപ്പ് കണക്ഷൻ, കാർ പാർക്കിംഗ് സൗകര്യത്തോടൊക്കെ കൂടിയിട്ടുള്ള വീടാണ് ഓണർ ലീസിന് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. എമൗണ്ട് 15 ലക്ഷം. ചേർപ്പ് ഏരിയയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് കുറ്റുമുക്ക്, ചേറൂര്, പള്ളിമൂല ഭാഗത്തൊക്കെ ആയിട്ട് ഏകദേശം 12,000-ൻ്റെ ഫർണിഷ്ഡ് ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ 15,000 രൂപയ്ക്ക് വാടക വീടുകൾ കൊടുക്കാൻ 2 വീടുകളും കുറ്റുമുക്ക്, ചേറൂര്, പള്ളിമൂല ആ ഭാഗത്തൊക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള വീഡിയോകൾ ഉൾപ്പെടെ ലീസ് വീട്, വാടക വീട്, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഏരിയ, അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏരിയ ഞങ്ങളെയും അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാം. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.